പുരുവത്തിൽ. അത് ചൊല്ലുമ്പോൾ നമ്മൾ അറിയുന്നത് ഭാരതത്തിലെ ഞാൻ കുടിക്കുന്ന കുളിമുറിയിലെ വെള്ളവും ഗംഗയും യമുനയും സരസ്വതിയും എല്ലാം ചേർന്നിട്ടുള്ളതാണ്. പിന്നെന്തിനാ നമ്മള് സംഘത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് പ്രയാഗരാജിൽ പോയിട്ട് മുങ്ങിക്കുളിക്കുന്നത്? അപ്പൊ ഇതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയാൽ എല്ലാ ദിവസവും ഞാൻ കുളിക്കുന്ന വെള്ളം ഭൂമിയിൽ ചേർന്നില്ലെങ്കിലും ആവിയായി ആകാശത്തിൽ പോയാൽ ചേരും എന്ന് പണ്ട് സയന്റിസ്റ്റുമാരായ നമ്മുടെ കവികള് അതവിടെ ശുദ്ധീകരിച്ചിട്ട്, ഇവിടെ കുറച്ച് മലിനൊക്കെ ഉണ്ടാവും, പക്ഷെ ആവിയാവുമ്പോൾ ശുദ്ധമാവും. അങ്ങനെ ശുദ്ധമായിട്ട് മുകളിൽ പോയിട്ട് പെയ്യുമ്പോ ഞാൻ ആ മഴ കൊള്ളുമ്പോ ആ വെള്ളം എന്റെ ദേഹത്ത് വീഴുമ്പോ ഞാൻ ചൊല്ലേണ്ട മന്ത്രമാണ് ഈ ഭാരതം ഒന്നാണ് എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ എന്നാലും നമ്മൾ കൈലാസത്തിൽ പോകുമ്പോ കാണാം, ഞാൻ കൈലാസത്തിൽ പോയത് 2004